വെൽക്കം വെൽക്കം. ആക്ച്വലി ഞങ്ങളിപ്പം 10 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഈ വർഷം തന്നെ നമുക്ക് 110ഓളം കുട്ടികളെ ജോലി പ്ലേസ് ചെയ്യാനായിട്ട് പറ്റി. തീർച്ചയായും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തുടക്കം തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രേരണയായി മാറിയത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു ജൂലൈ 3-ാം തീയതിയാണ് നമ്മൾ ആരംഭിച്ച്, ഓർക്കുന്നുണ്ടോ? അതെ. ജൂലൈ 3 വീണ്ടും ഒരു ജൂലൈ 3-ാം തീയതി അടുത്ത് വന്നോണ്ടി കൃത്യം 10 കൊല്ലം. നമുക്ക് 10 കൊല്ലം ഒന്ന് ആഘോഷിക്കണം തീർച്ചയായിട്ടും. അതെനിക്ക് നമ്മുടെ വിജയം കൊണ്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ആയിരിക്കണം, നമ്മുടെ ഫോക്കസ് വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ മാത്രം ഉണ്ടെങ്കിലേ ഉള്ളൂ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ 3 പേര് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചേഴ്സാണ്. സാറൊരു സ്പെഷ്യലിസ്റ്റാണ് ഈ കൗൺസിലിംഗ് ഒക്കെ. അപ്പം ഞങ്ങളൊരു ഡീപ്പ് റിസർച്ച് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ, അത് SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, ISR അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയിക്കോട്ടെ, IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, എല്ലാ മേഖലയിലുമുള്ള കേന്ദ്ര ഗവൺമെൻറ് എക്സാംസിൻ്റെ ഒരു ബേസിക് സിലബസ് എന്ന് പറഞ്ഞ സെയിമാണ്. ഇത് GK, ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് മാത്സിനെ ബേസ് ചെയ്തൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് തന്നെയല്ല, SSC സിലബസ് വെച്ചിട്ടാണ് ആ ഒരു എക്സാംസ് എല്ലാവരും നടത്തുന്നതെന്ന് മനസ്സിലായി. അതെനിക്ക് തോന്നുന്നു അല്ലേ ഏറ്റവും സാറേ, അതല്ലേ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും. കാരണം ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു മത്സരത്തിൽ ഒരു 100 മീറ്റേഴ്സ് ഓടാൻ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാൽ ഞങ്ങളെപ്പോഴും പറയും, എന്നാൽ ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കാരണം ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാം, നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കാം, കേരള ഗെയിംസിൽ പങ്കെടുക്കാം. അത്തരത്തിൽ സമഗ്രമായിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുമ്പോൾ കുട്ടികൾ എല്ലാ പരീക്ഷകളും അവർ അറ്റംപ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ തന്നെ പല കുട്ടികൾക്കും പല ജോലികളിലും പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജോർജ് സാർ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ SSC എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അൽഫോൺസോ കോളേജിൽ ഒരു 100-400 പിള്ളേരോട് ഞങ്ങളിങ്ങനെ ഈ കോഴ്സസിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം SSC പറ്റി എല്ലാം ആർക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റാണ് കൈ ഉയർത്തുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം മാറി. കേന്ദ്ര ഗവൺമെൻറ്റിൽ 50 ലക്ഷം ജീവനക്കാരുണ്ട്. അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ വേക്കൻസീസ് ഓരോ വർഷം വരുമെന്നൊരു ബോധം നമുക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതും ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമുക്ക് ആദ്യം കുട്ടികൾ അന്വേഷിച്ച് വരുമ്പോൾ പേരൻസും PSC കോച്ചിങ് ഉണ്ടോ, ബാങ്ക് കോച്ചിങ് ഉണ്ടോ, ഈ 2 വാക്കുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ഈ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ പലരും ചോദിക്കും അതെന്ത് സാധനം, അവർ കേൾക്കാത്തൊരു വലിയൊരു കാര്യമായിരുന്നു. എനിക്കൊന്ന് നമ്മുടെ വലിയൊരു കൺട്രിബ്യൂഷൻ കേരളത്തിൽ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നൊരു അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കംപ്ലീറ്റ്. നമ്മൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവൈഡിനെ പറ്റി പറയല്ല, നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എല്ലാ ഓഫീസിലും. ഞാൻ ഇന്നും ഓർക്കുന്ന ഞങ്ങളിങ്ങനെ ഒരു സെഷൻ നടത്തിയപ്പം അവിടെ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സെൻട്രൽ എക്സൈസിലെ ഓഫീസ് ഇൻചാർജ്, അവർ IRS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വന്ന് പിള്ളേരോട് ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവർ 29 പേര് നോർത്ത് ഇന്ത്യയിലുള്ളതാണ്. എന്തുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഈ പോസ്റ്റ് പിടിക്കാൻ പറ്റില്ല? ഇതൊരു വളരെ ലളിതമായൊരു എക്സാം അല്ലേ, 10ാം ക്ലാസ് ബേസ് ചെയ്ത എക്സാം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അല്ല സാറേ, നമ്മളെ ഈ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്കൊന്നും ഇപ്പോഴും ആർക്കും അങ്ങനെ ഒരു കോച്ചിങ് ഇല്ല. പല കോച്ചിങ് സെന്ററുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് പ്രോഗ്രാം നടത്തുന്ന കോച്ചിങ് കോളേജുകൾ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് എന്താണെന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, GK, റീസണിങ് 10ാം സ്റ്റാൻഡേർഡ് വരെ ഒരു സിലബസാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസാണ് SSC എല്ലാ പരീക്ഷകൾക്കും. ഇപ്പോൾ SSC ഏകദേശം 8ഓളം പരീക്ഷകൾ നടത്തുന്നുണ്ട്, അതിനെല്ലാം സെയിം സിലബസാണ്. അതുപോലെ തന്നെ RRB, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, AFCAT, അതുപോലെ IIT, NIT, അതുപോലെ തന്നെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ലൈക്ക് BRC, അങ്ങനെയുള്ളവരൊക്കെ നടത്തുന്ന ഈ സെയിം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ ഇപ്പം BRC ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, നമുക്ക് ടീ ബ്രീഡിങ് റിസർച്ച് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, IISc വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, IIT ഉണ്ട്, NIT ഉണ്ട്, അതുപോലെ തന്നെ ഹൈക്കോർട്ട്, അതുപോലെ തന്നെ SSCയുടെ വിവിധ പോസ്റ്റുകളുണ്ട്. ഇപ്പം RRBയുടെ ആണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സായിട്ടും, ട്രെയിൻ മാനേജറായിട്ടും, കൊമേഴ്ഷ്യൽ അസിസ്റ്റൻ്റായിട്ടും, ലോക്കോ പൈലറ്റ്സ് ആയിട്ടും, അതുപോലെ RPFലെ സബ് ഇൻസ്പെക്ടറായിട്ടും, കോൺസ്റ്റബിൾസ് ആയിട്ടും ഒരു വലിയൊരു തൊഴിൽ മേഖല ശരിക്കും നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കും. എനിക്ക് തോന്നുന്നത് പൈസറെ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ ഒരു കോച്ചിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ മോശം പറയില്ല, അവർ SSC എന്ന് പറഞ്ഞാൽ SSCയിൽ മാത്രമേ അവർക്ക് പ്ലേസ്മെൻ്റ് ഉള്ളൂ.
നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും കണ്ണ് തുറന്നിരിക്കുക. എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ സെക്ഷൻസ് വരുന്ന ഉടനെ പിള്ളേരെ ഇൻഫോം ചെയ്യുന്നു, അവർ പോകുന്നു. ചിലപ്പം 2-3 വേക്കൻസിയെ കണ്ടുള്ളൂ, പക്ഷേ 3 പേര് ഞങ്ങളുടെ ഇവിടെ നിന്നായിരിക്കും. കാരണം അതിലേക്ക് വലിയൊരു മത്സരവും വരുന്നില്ല, സെയിം സിലബസ്. അപ്പം പിള്ളേർക്ക് അതൊരു നമ്മൾ ഈ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് കറക്റ്റ് ആ സമയത്ത് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് ഉള്ളെങ്കിലും ആ പോസ്റ്റിന് അപേക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അധികം പേര് കാണത്തില്ല. കാരണം ഒരു 1000 പേര് എടുക്കുന്ന ഒരു പോസ്റ്റിന് ചിലപ്പം 10 ലക്ഷം പേരായിരിക്കും എഴുതുന്നത്. അതേസമയം ഒരു ഒറ്റ പോസ്റ്റിലേക്കുള്ളവർ 100 പേരെ പരീക്ഷ എഴുതാൻ കാണുള്ളൂ മൊത്തത്തിൽ. അപ്പം അവരതിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആളാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും അല്ലേ? അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ഇന്ത്യയിലുള്ള ഒറ്റ പോസ്റ്റ് പോലും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സമീപനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ 24/7 നമ്മുടെ ഈ പാതിരാത്രിക്ക് പിള്ളേർ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ്. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കുട്ടി എന്നോട് ട്രിവാൻഡ്രത്ത് എന്തോ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഈ കോച്ചിങ്ങിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പോലും അത് കരയുക. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭയങ്കര ദാരുണമായ ഒരവസ്ഥയിലൂടെ പോയി. ഞാൻ ഒരുപാട് അവരെ പ്രതീക്ഷിച്ച് ചെന്നതാണ്. സാറേ, എനിക്ക് ഭയങ്കര ഒരു വളരെ മോശപ്പെട്ടായി, നിങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അതിനുശേഷമാണ് ഇവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അപ്പം നമുക്കൊക്കെ അത് ഭയങ്കര ഒരു കുട്ടികളെ ഇങ്ങനെ ഭയങ്കര ഡിസയറസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ ജോലി കിട്ടണം, ഉന്നതികളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തെറ്റായ സ്ഥലത്ത് ചെന്നിട്ട് ഇവിടെ വരുമ്പോൾ അവർ കാണിക്കുന്നൊരു സന്തോഷം അത് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും ഞാനും ഓർക്കുന്നുണ്ട്. ഇപ്പം ആദ്യമൊക്കെ നമ്മുടെ ഇവിടെ വരുമ്പം കുട്ടികൾക്കൊരു പേടിയാണ്, ഡയറക്ടേഴ്സിന് പോയി കയറാൻ പറ്റുമോ, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ. പക്ഷെ പിന്നീട് കുട്ടികൾ വളരെ എന്ത് സന്തോഷത്തോടെ കേൾക്കുന്നുണ്ട്. അവർക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും, പഠനം മാത്രമല്ല, അവർക്കൊരു വൈകാരിക പ്രശ്നമുണ്ട്, ഒരു അസുഖ പ്രശ്നമുണ്ട്, വീട്ടിലൊരു അസ്വസ്ഥതയുണ്ട്. എത്ര കുട്ടികളെ വന്ന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇത്രയും ഫാക്കൽറ്റി ഉണ്ട്. ഈ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രഗത്ഭര. കാരണം നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പറയാണ്, ഒരു സ്റ്റുഡൻറ്റ് പോലും പറയാണ് ഈ ടീച്ചർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് ടീച്ചർ ഇസ് ഗോൺ. നമുക്ക് മൊത്തം സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് വെച്ചിട്ട് മാത്രമാണ് ടീച്ചേഴ്സിനെ നമ്മൾ എടുക്കുന്നത്. അപ്പം ടീച്ചേഴ്സിനും അറിയാം, അൺലെസ് ദർ കോമ്പീറ്റൻറ്റ് ദേ cannot exist here. And we pay them good because നമ്മൾ ഈ ഫീസ് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു വേതനം കൊടുക്കാതെ അവരെ ഇവിടെ ഏറ്റവും സംതൃപ്തിയോട് കൂടി ജോലി ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു ഒത്തിരി അഭിമാനത്തോടെ പറയുന്നൊരു കാര്യം, ഞങ്ങൾ 4 ഡയറക്ടേഴ്സ് തമ്മിലുള്ള ഐക്യം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം, ടീച്ചേഴ്സ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാം ഇതൊരു കുടുംബം പോലെ, ഈ കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ് ഞങ്ങൾ ഇവിടുത്തെ ഓരോ സ്റ്റുഡൻറ്റിനും കാണുന്നത്. ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടണമെന്ന് ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു, അതുപോലെ അത്രയും തീക്ഷ്ണതയോടുകൂടിയാണ് ഞങ്ങളുടെ ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തനം അതുപോലെ തന്നെ. അതുപോലെ തന്നെയാണ് പൈസാറ് പറഞ്ഞ പോലെ 24/7 അവർക്ക് എപ്പം വേണേലും സംശയങ്ങൾ ചോദിക്കാം. അതെല്ലാം ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുള്ള, എപ്പം വേണേലും മെസ്സേജ് അയക്കാം. അവർ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അവർ ഒരു ജോലി കിട്ടുന്നിടം വരെ അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു 10 മാസത്തെ കോഴ്സാണ് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും അവർക്ക് കിട്ടുകയാണെങ്കിൽ പരീക്ഷയിൽ കയറാൻ പറ്റും. പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. ഇപ്പം പല കുട്ടികൾക്കും ചിലപ്പോൾ അവർക്ക് ക്ലാസ്സൊക്കെ മിസ്സാവും. സാർ ഞാൻ സ്വല്പം ബാക്കായി, ഞാനൊരു ഫ്രഷ് ബാച്ചിൽ കയറിക്കോട്ടെ, വി അലൗ ദം ടു ഡു ദാറ്റ് ഓൾസോ. അപ്പോൾ ഏത് സ്റ്റുഡൻറ്റും എപ്പോൾ വന്നാലും അവർക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ബാച്ച് ചെയ്യണമെങ്കിൽ അഡീഷണൽ ഫീസ് ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. എത്ര നാൾ വേണമെങ്കിലും ഇവിടെ പഠിക്കണമെങ്കിൽ പോലും നമ്മളൊരു പൈസ മേടിക്കാതെ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ അതും കൂടി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് പല കുട്ടികൾക്കും അതുകൊണ്ട് സ്കോർ മേടിക്കാൻ. കാരണം വീട്ടിലേക്ക് അവർ പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ പിയർ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. എപ്പോഴും ഇതൊരു സപ്പോർട്ടീവ് വർക്കാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പിശുക്കും ഇവിടെ ഇല്ല. എല്ലാ ക്ലാസ് റൂമുകളും AC ആണ്. ഏറ്റവും കുട്ടികൾക്ക് ഇവിടെ കണ്ടമാനം കുട്ടികളെ ഇങ്ങനെ അടുക്കി വെക്കാതെ അവർക്കൊരു ഒരു ക്ലാസ് റൂം 50 കുട്ടികൾ. ഞങ്ങൾ ആദ്യം തന്നെ ബ്രാഞ്ച് ചെയ്തപ്പോൾ മനസ്സിലായി, ഇപ്പം മാത്സ് റീസണിങ് ഉള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ചുമ്മാ കൊണ്ടുപോയി വലിയൊരു ഹോളിലേക്ക് കുട്ടികളെല്ലാം തല്ലിക്കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. അതേസമയം GK പോലുള്ള വിഷയങ്ങൾക്ക് അതാണെങ്കിലും അത്യാവശ്യം കുറച്ച് വലിയ ലാർജ് ക്ലാസ് റൂംസ് ആണെങ്കിലും മതിയാവുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് റൂംസ് അങ്ങനെ ഞങ്ങൾക്ക് വളരെ വളരെ പ്രിസൈസ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയപ്പോൾ പോലും നമുക്ക് എന്നാണ് ലക്ഷ്യം, നമുക്കിവിടെ എങ്ങനെ ജോലിയിൽ എത്തിക്കാൻ പറ്റും, പിന്നെ അവർക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഞങ്ങളൊരു ബാച്ച് തുടങ്ങി. കഴിഞ്ഞ ദിവസം 3-4 ബാച്ചസ് ഇങ്ങനെ തുടങ്ങി. ഇപ്പോൾ 30 ബാച്ച് തുടങ്ങുന്നുണ്ട്, ജൂലൈ 2 ബാച്ച് തുടങ്ങുന്നുണ്ട്. എല്ലാ കുട്ടികളോടും നമ്മൾ 2 ആഴ്ച സമയം കൊടുക്കും.
നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഫുൾ ഫീസോട് കൂടി ഒരു റിഡക്ഷൻ ഇല്ലാതെ അവർക്ക് റീഫണ്ട് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് പോലും പോകാറില്ല. കാരണം അവർക്ക് മനസ്സിലാവും ഇത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയും കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ ഉറപ്പായിട്ട് എത്താൻ പറ്റുമെന്നൊരു തോന്നലുള്ളതുകൊണ്ടല്ലേ അവർ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായും നമുക്ക് ആദ്യകാലങ്ങളിൽ നമ്മുടെ കുട്ടികളൊക്കെ ഓർക്കുന്നുണ്ടോ ഈ ഏരിയ എന്നൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ വരുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തുനിന്നും കുട്ടികൾ വന്നു തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഹോസ്റ്റൽ അവരോടും ഈ ബാച്ചസിലാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് 3 കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ പലരും വിളിക്കുമ്പോൾ ഞങ്ങളാണെങ്കിൽ ഡിസ്കറേജ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ അവരോട് പറയും. പക്ഷെ അവരത് പറയും അവർക്കത് പ്രശ്നമില്ല എന്നൊക്കെ പറയും. ഇവിടെ ആദ്യകാലത്ത് വരുന്ന കുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാൽ ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വരെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇവിടെ വരുന്ന കുട്ടികളെല്ലാം ഇവിടെ ജോലി കിട്ടി പോയിരിക്കുന്നവർ ബാക്കിയുള്ളവരോട് പറഞ്ഞ് വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന കുട്ടികളാണ് ഈ പ്രസ്ഥാനത്ത് ഇത്രയും ഈ നിലയിൽ ഇപ്പോൾ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത്. നമ്മുടെ ഈ കസ്റ്റംസിലും എക്സൈസിലും ഒക്കെ ജോലി ചെയ്യുന്ന പല ആളുകളും അവരുടെ കുട്ടികളെ വിട്ടിട്ടുണ്ട്. ഈ ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ഇന്ന സ്ഥലത്ത് നിന്ന് വന്നവരാന്ന് അറിഞ്ഞു കേട്ട് അവരുടെ കുട്ടികളെ പറഞ്ഞു വിടുകയായി. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ജോലിയിൽ എത്താൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഭയങ്കര ഡിഫറൻസാണ്. ഇത് കാരണം നമുക്ക് ഈ വർഷം തന്നെ കണ്ടു 21 വയസ്സായ 2 കുട്ടികൾ 1 വർഷത്തെ കോച്ചിങ്ങോടുകൂടി അവർക്ക് സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറായിട്ട് കയറാൻ പറ്റും. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് വളരെ കർത്തവ്യബോധത്തോടു കൂടി തുടങ്ങുമ്പം തന്നെ ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ ജോലിയിൽ അതിന് 1 വർഷത്തിനുള്ളിൽ ചെല്ലാൻ പറ്റൂലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ റുട്ടീനായിട്ട് പോയി ചുമ്മാ കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 2 വർഷം എടുക്കാം, ചിലപ്പോൾ 3 വർഷം എടുക്കാം. അപ്പം നമ്മൾ എല്ലാ രീതിയിലും ഇപ്പം ചില കുട്ടികളൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ച് ചോദിക്കും, സാറേ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു, എനിക്ക് സെറ്റ് ആവുന്നില്ല, ഞാൻ വന്നോട്ടെ. ഞങ്ങൾ എപ്പോഴും നമ്മൾ പറയാം തിരിച്ചു വരൂ. ചില പിള്ളേർക്കൊക്കെ 5ഉം 6ഉം ജോലി വരെ കിട്ടുന്നത്. ഒരാൾക്ക് ഒരു ജോലിയല്ല, പലയിടത്തും ജോലി കിട്ടിയിട്ട് അവർ ക്ലൈം ചെയ്ത് പോവുകയാണ്. മാത്രമല്ല ഈ എടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പം ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ധാരാളം ഹോസ്റ്റലുകൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഹോസ്റ്റലുകൾ ഞങ്ങൾ നേരിട്ട് നടത്തുന്നില്ലെങ്കിലും ഞങ്ങൾ പോയി പരിശോധിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നിടത്താണ് കുട്ടികളെ പാർപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റുന്ന, അതേസമയം ഭയങ്കര എക്സ്പെൻസീവ് അല്ലാത്ത പക്ഷെ നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന ഹോസ്റ്റലുകളും ധാരാളം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് വന്നതുകൊണ്ട് സുരക്ഷിതമായിട്ട്. അതെ അത് തന്നെയല്ല സാറേ ടോമി സാറേ, നമ്മൾ ഈ പിള്ളേർ ചെല്ലുന്ന ഹോസ്റ്റലുകളെല്ലാം നമ്മുടെ പിള്ളേരെ മുഴുവനായിട്ടും എടുക്കാൻ അവർ താല്പര്യം. കാരണം വെച്ചാൽ വളരെ എല്ലാം നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, യാതൊരു ശല്യവും ഇല്ല, അവർക്ക് എല്ലാം ഫോക്കസ്ഡ് ആണ്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടികൾ വേറെ ഒരു സ്ഥാപനത്തിലും ഇല്ലെന്ന് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു മറ്റൊരു വലിയൊരു കാര്യം നമ്മുടെ ഓഫീസ് കിട്ടുന്ന സപ്പോർട്ടുണ്ട്. നമ്മുടെ ഡയറക്ടേഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട്. ഓഫീസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടുണ്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ നിന്ന്. അതും വലിയ ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾ. നമ്മൾ ഇനിഷ്യലി തന്നെ നമുക്ക് കുട്ടികൾക്ക് ഈ പറയുന്ന ക്ലാസ്സിന് പുറമെ നമ്മൾ അവർക്ക് ഓഡിയോ സപ്ലൈ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വീണ്ടും ലീഫ്ലെറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്വയമായിട്ട് പഠിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവരിപ്പോൾ ഇത്രയും ഉയരത്തിലെത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ലാസ്റ്റായിട്ട് ഇപ്പം 110ാമതായിട്ട് ജോലി കയറിയിരിക്കുന്ന ലോയിഡ് എന്ന് പറഞ്ഞൊരു പയ്യൻ. അദ്ദേഹത്തിന് ഇൻസെൻറ്റ് ജോലി കിട്ടിയിരുന്നു. പക്ഷേ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ഒരു 50,000 ബേസിക് സാലറിയുള്ള ജോലി, അതായത് ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും സാലറി ആയിട്ട് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവൻ പറഞ്ഞു SSC സിലബസ് വെച്ചാൽ ഞാൻ പഠിച്ചേ. അപ്പോൾ ഈ സിലബസിലുള്ള ആ എക്സ്പെർട്ടൈസ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ എത്തിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥാപനം മാത്രമേ ഈ പ്രദേശത്തുള്ള ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2025 റൺ ചെയ്യുന്നത്. അതിൻ്റെ ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ SSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച്, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കെല്ലാം തന്നെ ടൈപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഓഫീസിൻ്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു പെർ മിനിറ്റ് 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്പീഡ് കിട്ടിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം 2022 ഒരു കമ്പൽസറി ആയതുകൊണ്ട് ഞങ്ങളൊരു 21 മാനുവൽ ടൈപ്പ് റൈറ്റേഴ്സ് മേടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരിക ചെയ്തത്. കാരണം ഇതൊരു മെക്കാനിക്കൽ സ്കില്ലാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കയറി ആ വേർഡുമായിട്ടും ഈ പറയുന്ന ലെറ്ററുമായിട്ട് ഫിംഗേഴ്സുമായിട്ട് ലിങ്ക് ആണ്. അപ്പം പിള്ളേർ ഇപ്പം 2-3 ആഴ്ച കൊണ്ട് ആ ബേസിക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ലാബിലേക്ക് പോയിട്ടിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പിംഗ് അവർക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പിന്നെ തുടക്കം തൊട്ട് നമ്മൾ പറയും, നമ്മളിപ്പം ഈ കോച്ചിങ്ങിന് വരുമ്പം തന്നെ ടൈപ്പിംഗ് മസ്റ്റാണ് മക്കളെ. നിങ്ങൾ 2-3 മാസത്തിനുള്ളിൽ അത് പഠിച്ച് അതിനകത്ത് അത് തീർക്കണം, ആ പ്രശ്നം തീർക്കണം. അതുപോലെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി. ഇപ്പം ചില പരീക്ഷകൾക്ക് Tier 1 കാണും, Tier 2 കാണും, പിന്നെ സ്കിൽ ടെസ്റ്റ് കാണും. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കയറാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയും. ചിലപ്പം എസ്സേ റൈറ്റിംഗ് കാണും.
അപ്പോൾ എസ് എ റൈറ്റിംഗ് നമ്മൾ ഇപ്പം ഹൈക്കോർട്ടൊക്കെ ആണെങ്കിൽ എസ് എ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ എസ് എ റൈറ്റിംഗ് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് അവരെ ഇൻ്റർവ്യൂവിന് ട്രെയിൻ ചെയ്യും. ഇപ്പം തന്നെ ഒരു പയ്യൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ടി അടുത്ത ദിവസം അവൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അവനോട് പറഞ്ഞിരിക്കുക വരിക. അപ്പോൾ അവൻ വന്നിരുന്നിട്ട് ഞങ്ങൾ 4 പേരും അവന് വേണ്ടി തന്നെ സമയം സ്പെൻഡ് ചെയ്ത് അവനെ എക്സ്പെർട്ടാക്കും. അപ്പം എന്തൊക്കെ രീതിയിൽ കുട്ടികളെ സഹായിക്കാമോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുതരം ഗവേഷണം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവരെ വിളിച്ച് അവരെ പ്രേരിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. ഈ കോച്ചിങ് തുടങ്ങുമ്പം അതിൽ അവർക്ക് ജോലി ചെല്ലുന്നിടം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സ്ഥാപനം കാണിയല്ല അല്ലേ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് വരും. എനിക്കൊന്ന് മറ്റൊരു കാര്യം, റിട്ടയർ ചെയ്തു, ഇവിടെ ആരെങ്കിലും റിട്ടയർ ചെയ്തായിട്ട് ഫീൽ ചെയ്യും? റിട്ടയർ ചെയ്തിട്ട് 10 കൊല്ലം കഴിഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നത് വളരെ ചെറുചുരുക്കോടുകൂടി നമ്മൾ നിൽക്കാനുള്ള ഒരു റീസണും ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കാം. നമ്മുടെ ഈ ഗവൺമെന്റ് ജോർജ് സാറേ, ഒരു കുട്ടിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും ഒരു വലിയ ത്രില്ലില്ല. ഞങ്ങൾക്ക് അതിനേക്കാളും ഉപരി നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തിക പരിമിതിയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് സാറേ ഞാനൊരു പുതിയ പെര മേടിച്ചു, ഞാൻ എൻ്റെ പേര് വിറ്റു, എനിക്ക് പഴയ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുപോകാനില്ല, പക്ഷെ സാറ് വരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം ഭയങ്കര. ഇപ്പം നമുക്കിപ്പോൾ 8ഓളം കുട്ടികൾ ഒരു സാമ്പത്തിക മികവ് ഇല്ലാത്തവർ ജോലി കിട്ടിയ ശേഷം സ്വന്തം വീടും മേടിച്ച് അവരെ വീട്ടിൽ പാർപ്പിച്ചിരിക്കും. ഞങ്ങൾക്കത് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് അതിയായ സന്തോഷം തരുന്നു. എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും ഞങ്ങളെല്ലാവരും തന്നെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളവരാണ്. ഡിസിപ്ലിൻ എന്ന് വെച്ചെന്നാൽ ഇവിടെ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിനാണ്. ഒരു സ്റ്റുഡൻറ്റിനെതിരെ 10 വർഷമായിട്ട് നമുക്കൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല, ഒരു വാണിംഗ് പോലും കൊടുക്കേണ്ടി വന്നില്ല. കാരണം കുട്ടികൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസിപ്ലിൻഡ് ആകുക. ഇവിടെ വരുമ്പോൾ ആർക്കും തോന്നിയല്ലോ ഒരു ക്ലാസ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു പേരന്റ് ചോദിച്ചു എത്ര കുട്ടികളോട് പഠിക്കുന്നുണ്ട്, 600 പേര് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 600 കുട്ടികളുണ്ടായിട്ട് ഇന്റർവൽ സമയത്ത് പോലും ഇവിടെ ഇത്ര നിശബ്ദത എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്യബോധത്തോട് വരുന്ന കുട്ടികൾക്ക് എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. അവരുടെ ഉയരങ്ങളിൽ അവർ സ്വപ്നം കാണുന്നിടത്ത് എത്തിക്കുക എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് അവരെക്കാളും കൂടുതൽ ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നുള്ളത് തന്നെ ഒത്തിരി അഭിമാനമുള്ള കാര്യമാണ്. നമ്മളുടെ ടാഗ് ലൈൻ പോലെ കരിയർ ഹൈറ്റ്സ് ഈസ് ഡെഫിനറ്റ്ലി എ ഷുവർ ആക്സസ് ടു സക്സസ് അല്ലേ? തീർച്ചയായിട്ടും. So thank you everyone. Thank you so much. Thank you.